ജനത്തിന്റെ അന്തസ്സും അഭിമാനവും ചോദ്യം ചെയ്ത് കാക്കിയിട്ട കാപാലികരുടെ അഴിഞ്ഞാട്ടം തുടരുക തന്നെയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നാഥനില്ലാ കളരിയായി സംസ്ഥാന ആഭ്യന്തരം തുടരും. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽപ്പെട്ടവരെ മുഖംമൂടി അണിയിച്ച് കൈവിലങ്ങിടിച്ച് കൊടും ഭീകരരെ പോലെ ഹാജരാക്കിയതിൽ കോടതിയും വിശദീകരണം തേടിയിട്ടുണ്ട്. ആ കാഴ്ച വടക്കാഞ്ചേരിയിൽ നിന്നാണെങ്കിൽ അങ്ങ് പത്തനംതിട്ടയിൽ തട്ടിപ്പ് കേസിൽ നേതാക്കളുടെ പങ്ക് പുറത്തുവരാതിരിക്കാൻ പോലീസിനെ ഉപയോഗിച്ച ഡിവൈഎഫ്ഐ നേതാവ് ജോയലിനെ മർദ്ദിച്ച കഥയാണ്. അതിനുശേഷം ജോയലിന് മരണം സംഭവിക്കുന്നു. ഇടുക്കി കട്ടപ്പനയിൽ കേട്ടത് കള്ളക്കേസിൽ കുടുക്കി 12 ദിവസം ജയിലിൽ കഴിഞ്ഞ വിദ്യാർത്ഥിയുടെ അനുഭവമാണ്. കോഴിക്കോട് വളയത്ത് അടിപിടി കേസിൽ വർഗീയത പറഞ്ഞുള്ള വിചിത്ര റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചെന്ന വാർത്തയും പുറത്തുവരികയാണ്. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനെത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കുള്ള വലിയ നിയമങ്ങൾ ആലോചിക്കുന്നുണ്ട്. തല്ലുകൊണ്ടും കള്ളക്കേസിൽപ്പെട്ടും ജനം വലയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേയില്ല. പോലീസ് അടിയേറ്റ പിണറായി വിജയൻ പഴയ കഥയാണ്. പുതിയ കഥ പിണറായി വിജയന്റെ പോലീസിന്റെ അടിയേൽക്കുന്ന ജനങ്ങളുടേതാണ്. പോലീസിന്റെ മനോവീര്യത്തിനപ്പുറം മറ്റൊന്നും പരിഗണിക്കാത്ത മുഖ്യൻ ആഭ്യന്തരം കൈയാളുമ്പോൾ പോലീസിനെ അഴിച്ചുവിട്ടോ എന്നതാണ് ചോദ്യം.